അപ്പോൾ അങ്ങനെ ഇന്ന് വന്നിരിക്കുന്നത് നെതർലാൻഡിലാണ്. നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഈ വണ്ടി നമ്മുടെ കമ്പനിയിൽ തന്നെ വണ്ടി കേട്ടോ. അത് ഡാമേജാണ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് കയറ്റിക്കൊണ്ട് പോകാനായിട്ടാണ് നെതർലാൻഡിൽ വന്നേക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കാർ കാരിയറുമായിട്ടാണ്. ഈ ഇവേക്കോ കയറ്റിക്കൊണ്ടാണ് വന്നേക്കുന്നത്. ഒരു ഇവേക്കോ കൊണ്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ പുറകിലത്തെ കേബിള് താഴത്തേക്ക് വലിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത റാമ്പ് കയറ്റി വെച്ചാൽ പോലെ എനിക്ക് അവിടെ എയർ താത്താവോ ഇല്ല, ഇത് മതിയായിരിക്കും. താത്തിക്ക് അങ്ങനെ നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ സെറ്റപ്പ് എല്ലാം ചെയ്തു. ഇവിടെയായിരുന്നു എൻ്റെ ഇതുണ്ടായിരുന്നു. ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ലിഫ്റ്റ് മുഴുവൻ സെറ്റ് ചെയ്തു. ഇത് ഹൈഡ്രോളിക് അല്ല, ഇത് ജസ്റ്റ് കണ്ടോ നമ്മളെ തൊളയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന സംഭവമാണ്. ഇത് രണ്ടും വെച്ച് മൊത്തത്തിൽ വണ്ടി ഇറക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഉക്രൈനിയാണ് വണ്ടി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആൾ വണ്ടിയിലേക്ക് കയറുകയാണ്. അങ്ങനെ വണ്ടി കറക്റ്റ് പുറകോട്ട് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ വലിയ അഭ്യാസം കളിച്ച് സാധനം പുറത്തിറക്കി കേട്ടോ. ഭയങ്കര പ്രശ്നമായിരുന്നു. വണ്ടി റാമ്പിൽ തെന്നി പുറത്തേക്ക് വരുമായിരുന്നു. റിവേഴ്സ് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു. എന്തായാലും വണ്ടി പുറത്തിറക്കി കിട്ടി. ഇനി നമുക്ക് ലോഡ് ചെയ്യേണ്ട വണ്ടി അവിടെ ഫ്രണ്ടിലാണ് കിടക്കുന്നത്. ഞാൻ കാണിച്ചുതരാം. നിറച്ച് മഞ്ഞാണ്. മഞ്ഞത്ത് ആക്സിഡൻ്റായ മാനാണിത്. ഈ വണ്ടിയാണ് ഇനി നമുക്ക് തിരിച്ച് പോളണ്ടിലേക്ക് കയറ്റിക്കൊണ്ട് പോകേണ്ട വണ്ടി. ഇതിൻ്റെ ആക്സിഡൻ്റ് ആയത് ഇവിടെയാണ്. 2 ദിവസമായിട്ട് ആളിവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്.